ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ എൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തൊട്ടിട്ട് എൻഡ് ഓഫ് ജാൻ വരെ ഉള്ള സമയത്തിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ പോവാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ഇന്ന് നമ്മൾ രണ്ടും ലവ് ആൻഡ് കരിയർ രണ്ടും ആസ്പെക്ട്സ് നോക്കാൻ പോകുന്നുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി എല്ലാവരുടെയും കൂടെ എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല, എന്നുവെച്ചാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ എന്താണ് ഫ്യൂച്ചർ എനർജി എന്ന് നോക്കാം. ജെമിനൈക്ക് വേണ്ടിയിട്ട് എന്താണ് ഇപ്പോൾ തൊട്ടിട്ട് എൻഡ് ഓഫ് ജാൻ വരെ ഉള്ള മെസ്സേജസ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഫൂൾ, ഏരീസ് എനർജി, 6 of Pentacles, 5 of Wands, 4 of Cups, 2 of Swords, 3 of Wands and നിങ്ങളുടെ ഓവറോൾ എനർജി ഏസ് ഓഫ് കപ്സ്. അപ്പോൾ ജെമിനൈ, ഇവിടെ ഞാൻ ഒരു പുതിയ ബിഗിനിങ് ആണ് കാണുന്നത് നിങ്ങളുടെ ലവ് ലൈഫിൽ. നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ ഇത് നല്ലൊരു സമയമാണ്. പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യും, ചിലപ്പോൾ കുറേ ചില സ്പെഷ്യൽ പേഴ്സണെയും മീറ്റ് ചെയ്യാൻ വഴിയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത് ലവിൽ. നിങ്ങൾ ഓൾറെഡി ഒരു പാർട്ട്ണർഷിപ്പിലായിട്ട് സെപ്പറേറ്റഡ് ആണ് വെച്ചാലും ഇവിടെ ഒരു റിന്യൂവൽ ഉണ്ടാവാൻ വഴിയുണ്ട്. ഫൂൾ ഒരു പുതിയ ബിഗിനിങ് ആണ് ആദ്യം. അപ്പോൾ ഇത് എസ്പെഷ്യലി സിംഗിൾസിന് വേണ്ടിയിട്ടായിരിക്കും മെസ്സേജ്. എസ്പെഷ്യലി ഈ ഫൂൾ ആൻഡ് ഏസ് ഓഫ് കപ്സ് ഒക്കെ പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജീസാണ്. അപ്പോൾ നിങ്ങളൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ് എടുക്കുന്നത്. കുറേ കൂടിയും ആൾക്കാരെ മീറ്റ് ചെയ്യുക, എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുക, അഡ്വെഞ്ചർ, ട്രാവൽ, അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഫോക്കസ് ഈ സമയത്ത്. മേ ബി നിങ്ങൾ ആരോ ട്രാവലിൻ്റെ സമയമാണ് ആരോ സ്പെഷ്യലായി മീറ്റ് ചെയ്യണത്, അങ്ങനെയും ആവാം. 6 of Pentacles, അഗൈൻ നിങ്ങൾക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാച്ചാൽ കുറേ ആൾക്കാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതല്ലാച്ചാലും എനർജി വൈസ് കുറേ ആൾക്കാർ നിങ്ങളുടെ സറൗണ്ടിങ് ചുറ്റുഭാഗത്തിൽ ഹെൽപ്പ് ചെയ്യണ മാതിരി ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെച്ചാലും യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6 of Pentacles ഒരു മേ ബി നിങ്ങൾ ആരോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വോളണ്ടിയർ ചെയ്യണ എനർജിയും ആവാം. അപ്പോൾ അഗൈൻ 6 of Pentacles വേറെ എനർജി എന്താ വെച്ചാൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ഇതൊരു ഇംബാലൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണ്, നിങ്ങൾക്ക് ആരോ ഇഷ്ടമാണ്, അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് വെച്ചാൽ ആ റിലേഷൻഷിപ്പ് ഒരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പ് അല്ല. എന്നുവെച്ചാൽ നിങ്ങൾ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷേ ആ പേഴ്സൻ്റെ സൈഡിന് അത്ര എഫേർട്ട് ഇല്ല. ഓക്കെ, അത്ര ഈക്വൽ എഫേർട്ട് ഇല്ല. അതിൻ്റെ കാരണം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. എന്നുവെച്ചാൽ ഇവിടെ 5 of Wands ഒരു കോമ്പറ്റീഷൻ്റെ എനർജിയാണ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ എനർജിയാണ്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ല വെച്ചാൽ നിങ്ങളുടെ കരിയറിൽ കുറേ കോമ്പറ്റീഷൻ ഉണ്ടാവാം. മേ ബി നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊമോഷൻ ഇല്ലാച്ച ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ട വെച്ചാൽ അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടിയും എഫേർട്ട് ഇടേണ്ട ആവശ്യം ഉണ്ടാവും. 4 of Cups ഇവിടെ ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ മേ ബി നിങ്ങൾ കുറേ ടയേർഡായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ആ ഇൻട്രസ്റ്റും ഇല്ല ആൻഡ് എഫേർട്ട് ഇടണ ആ എനർജി ഇവിടെ ഞാൻ ലാക്കിംഗ് ആണ് കാണുന്നത്. അപ്പോൾ മേ ബി കുറേ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ നിങ്ങൾ അത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. ഇത് ലവിലായിരിക്കാം, കരിയറിലായിരിക്കാം. മേ ബി ലവ് വൈസും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേഴ്സണിൻ്റെ ലൈഫിൽ ഒരു വേറെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് വെച്ചാൽ മേ ബി നിങ്ങൾക്ക് വേറെ ഒരു അങ്ങനത്തെ വേറെ ടൈപ്പ് ഓഫ് അങ്ങനെ സിമിലറായി പേഴ്സണെ മീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് നിങ്ങൾ കാണിക്കുന്നില്ല വേറെ ആൾക്കാരെ ഡേറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പേഴ്സണിൻ്റെ മാതിരി അങ്ങനത്തെ സിമിലറായി പേഴ്സണാലിറ്റി ഓറൽസ് അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് പേഴ്സണെ നിങ്ങളെ മീറ്റ് ചെയ്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് നിങ്ങൾ കാണിക്കുന്നില്ല വേറെ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ. 2 of Swords, അപ്പോൾ നിങ്ങളൊരു ഇൻഡിസിസീവ് എനർജിയിലാണ് ഇവിടെ. പ്രാക്ടിക്കലും ഇമോഷണൽ ഡിസിഷൻ്റെ ഇടയ്ക്കാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ മാതിരി എനർജി. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ചിലാണ് ഇവിടെ. നിങ്ങൾ ഇട്ട എനർജി വർക്കിലാണോ റിലേഷൻഷിപ്പിലാണോ അതൊക്കെ റെസിപ്രോക്കേറ്റ് ആവും, പക്ഷെ അതിൻ്റെ ശരിയായ സമയമുണ്ട്, ആ സമയത്തെ അതാവുള്ളൂ. അപ്പോൾ എനിവേ നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം ഈ മെസ്സേജസ് ഒക്കെ. ഏസ് ഓഫ് കപ്സ് ഇവിടെ എന്തുകൊണ്ടാണ് ജെമിനൈന് വേണ്ടിയിട്ട് ഈ ഏസ് ഓഫ് കപ്സ് എന്താണ്?
അപ്പോൾ നൈറ്റ് ഓഫ് സ്വേർഡ്സ്, അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ആരോ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഇത് കുറേ സഡൻ ആയിട്ടായിരിക്കും. ഇത് നിങ്ങളുടെ എനർജിയും ആവാം. മേ ബി നിങ്ങൾ ആരോ ഏതോ ഒരു പേഴ്സൻ്റെ അടുത്ത് പോയി നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവും. ഇത് കുറച്ചൊരു സഡൻ അൺപ്ലാൻഡ് മാതിരി ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഫൂൾ, 5 of Pentacles, അപ്പോൾ നിങ്ങളൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കേണ്ട പുതിയ റിലേഷൻഷിപ്സ് ഉണ്ടാച്ചാൽ അതിനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷേ നിങ്ങൾ ഉള്ളിൽ കുറേ അത്ര പോസിറ്റീവായി കോൺഫിഡൻ്റ് അല്ല. നിങ്ങളുടെ ഉള്ളിലൊരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ് ഞാൻ കാണുന്നത്. അതെന്താ വെച്ചാൽ മേ ബി പാസ്റ്റിൽ നിങ്ങൾ ലവിൽ കുറേ ഡിസപ്പോയിൻറ്റഡ് ആയി ഉണ്ടാവും. അതല്ല വെച്ചാൽ ഫിനാൻഷ്യലി മേ ബി നിങ്ങൾ അത്ര സെക്യൂറായി ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. അതും ആയിരിക്കാം ഒരു കാരണം. നിങ്ങൾക്കൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ ഈ സമയത്ത് പെടണം എന്നില്ല. പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, പക്ഷേ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. ആരും നിങ്ങളെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് ആൻഡ് നിങ്ങളും ഈ പേഴ്സണിൽ ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷേ ഇതൊരു ന്യൂ ബിഗിനിങ് ആണ്. 6 of Pentacles ഇവിടെ എന്താണ്? ടവർ. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ അവിടെ ഒരു എൻഡിങ് ഞാൻ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓരൽസ് ഒരു ഫൈറ്റ് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്കുള്ള എനർജീസ് ഈക്വൽ അല്ല. നിങ്ങൾ കുറേ എനർജി ഇടുന്നുണ്ട്, മറ്റേ പേഴ്സൺ അത്ര എനർജി ഇടില്ല വെച്ചാൽ അങ്ങനത്തെ സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവാൻ വഴിയുണ്ട്, ഒരു എക്സ്പോസിങ് എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റ് ആവാനും വഴിയുണ്ട് ഈ ഫൈറ്റ് കാരണം. ഈ 5 of Wands എന്താണ് ഇവിടെ? ഇത് 4 of Pentacles. അപ്പോൾ നിങ്ങൾക്ക് അറിയണത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇൻവോൾവ് ആണെന്ന് നിങ്ങൾക്ക് അങ്ങനത്തെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ എനർജി വിഡ്രോ ചെയ്തിട്ട് ആണ് ഇരിക്കുകയാണ് ഈ സമയത്ത്. എന്നുവെച്ചാൽ ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് എന്നെ പ്രയോറിറ്റൈസ് ചെയ്യാത്തത്, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് നിങ്ങൾക്കൊരു സംശയമുണ്ട് ഈ പേഴ്സൻ്റെ വേറെ അഫെയർ ഉണ്ടോയെന്ന്. ആ സംശയം എവിടെയോ ഇവിടെ കൺഫേം ആവുണ്ട്. ഓരൽസ് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് അതുകൊണ്ട് ഒരു ഫൈറ്റ് ഉണ്ടായതുകൊണ്ട് നിങ്ങളുടെ എനർജി വിഡ്രോ ചെയ്തു. ഇപ്പോൾ ഈ പേഴ്സണിന് ഇൻട്രസ്റ്റ് ഉണ്ടാച്ചാൽ അവർ എന്തെങ്കിലും ഇനീഷ്യേറ്റീവ് എടുക്കട്ടെ എന്നായിരിക്കും നിങ്ങളുടെ അപ്രോച്ച്. 4 of Cups ഇവിടെ നിങ്ങളുടെ എന്താണ് എനർജി? അപ്പോൾ ഈ പേഴ്സൺ മേ ബി അത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കുറേ ലോ ആയിട്ട് ഫീൽ ചെയ്യണത്. പക്ഷേ ഇവിടെ ഫോർവേഡ് മൂവ്മെൻ്റ് ഉണ്ട്. ചാരിയറ്റ് ക്യാൻസർ എനർജിയാണ്. ആരോ നിങ്ങളുടെ ഡിറക്ഷനിൽ വരുന്നുണ്ട്, ഒരു ലവ് ഓഫർ കൊണ്ടുവരുന്നുണ്ട്. ഇതൊരു കുറേ സ്റ്റേബിൾ ലോങ് ടേം ഒരു റിലേഷൻഷിപ്പാണ്. ഇത് ആ സെയിം പേഴ്സണും ആവാം, പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതൊരു പുതിയ പേഴ്സണാണ്. 2 of Swords. അപ്പോൾ നിങ്ങൾ കുറേ കൺഫ്യൂസ്ഡ് ആണ്. ഈ പാസ്റ്റ് പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണോ, ഈ പുതിയ പേഴ്സണിൻ്റെ ഡയറക്ഷനിൽ പോകണോ? ഈ പുതിയ പേഴ്സൺ ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജിയുടെ പേഴ്സൺ ആയിരിക്കാം, എസ്പെഷ്യലി ക്യാൻസർ. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്കൊരു ഓഫർ തന്നിട്ടുണ്ട്, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് ഈ പേഴ്സണിൻ്റെ ഇടയ്ക്ക് ആൻഡ് ഒരു ടോറസിൻ്റെ ഇടയ്ക്ക്. ഈ രണ്ടാളുടെ ഇടയിലാണ് നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടാക്കേണ്ടത്. 3 of Wands. അപ്പോൾ നിങ്ങളൊരു വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ചിലാണ്. എന്നുവെച്ചാൽ നിങ്ങളൊരു പ്രാക്ടിക്കൽ ഡിസിഷനാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്. അതല്ല വെച്ചാൽ മേ ബി നിങ്ങൾക്ക് ആരോ അഡ്വൈസ് തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സ് ഇല്ല വെച്ചാൽ ഫാമിലി മെമ്പറിൽ ആരെങ്കിലും ഒരു പേഴ്സൺ മേ ബി നിങ്ങൾക്ക് ശരിയായ അഡ്വൈസ് തരുന്നുണ്ടാവും. ഈ സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ തരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഔട്ട്കം എന്തായിരിക്കും ജെമിനൈക്ക് വേണ്ടിയിട്ട്? ജെമിനൈയുടെ ഔട്ട്കം 9 of Pentacles ആണ്. അപ്പോൾ ജെമിനൈ, നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ അഡ്വൈസ് ആൻഡ് ഔട്ട്കം നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ്ലി ആയിട്ടാണ് ഡിസിഷൻ എടുക്കേണ്ടത്. നിങ്ങൾക്ക് അഡ്വൈസ് തരാൻ കുറേ ആൾക്കാരുണ്ട്, പക്ഷേ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുക്കുക. ആൻഡ് ഇവിടെ ഞാൻ ഒരു സിംഗിൾ എനർജിയാണ് കാണുന്നത്. അപ്പം മേ ബി നിങ്ങൾ ആരുടെയും കൂടെ ഈ സമയത്ത് കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ അത്ര താല്പര്യം ഉണ്ടാവില്ല. 10 of Pentacles കുറേ എബണ്ടൻസിൻ്റെ എനർജിയാണ്, സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ്. പക്ഷെ നിങ്ങൾ ഇതുവരെ ആ ഡിസിഷൻ എടുത്തിട്ടില്ല. കുറച്ചുകൂടിയും സമയം മേ ബി നിങ്ങൾക്ക് വേണ്ടി വരും. ആൻഡ് ആ സമയം ആവുമ്പോൾ നിങ്ങൾ ഷുവർ ആവുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കും. ആൻഡ് ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആവും. നിങ്ങൾ ചിലപ്പോൾ മേ ബി രണ്ടാൾക്കാരുടെ ഇടയ്ക്ക് ഒരു പേഴ്സണെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മേ ബി നിങ്ങൾ രണ്ടാളെയും റിജക്റ്റ് ചെയ്യും, ഓറൽസ് ഈ രണ്ടാൾക്കാരുടെ ഇടയിൽ ഒരു പേഴ്സണെ നിങ്ങൾ ചൂസ് ചെയ്യും. ആൻഡ് ആ പേഴ്സൻ്റെ കൂടെയാണ് നിങ്ങളൊരു ഫ്യൂച്ചർ ഞാൻ കാണുന്നത് ഇവിടെ. ആ പേഴ്സൺ ആരായിരിക്കും? പക്ഷെ എല്ലാവർക്കും ഇത് ഡിഫറെൻ്റ് ആവും. എന്നുവെച്ചാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. 9 of Cups.
അപ്പോൾ മോസ്റ്റ്ലി ഇതൊരു ആ പുതിയ പേഴ്സൻ്റെ കൂടെ ആയിരിക്കും നിങ്ങളൊരു ഫ്യൂച്ചർ കാണുണ്ടാവുക. പക്ഷേ എന്തായാലും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇത് മെസ്സേജസ് ഉണ്ടാവും, യുനോ റെസൊനേറ്റ് ചെയ്യില്ല. നിങ്ങളുടെ ഇടയ്ക്ക് ചില ആൾക്കാർ പാസ്റ്റ് പേഴ്സൻ്റെ കൂടെയും പോകാൻ വഴിയുണ്ട്. പക്ഷേ ഇവിടെ ഈ പേഴ്സൺ നിങ്ങളുടെ ഫ്യൂച്ചർ പേഴ്സൺ നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേഴ്സൻ്റെ കൂടെ ആയിരുന്നു നിങ്ങളൊരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇല്ലച്ചാൽ അങ്ങനത്തെ ഒരു ഐഡിയൽ പേഴ്സൺ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ആൻഡ് അങ്ങനത്തെ ഒരു പേഴ്സൻ്റെ കൂടെയാണ് നിങ്ങളൊരു ഫ്യൂച്ചർ നിങ്ങളുടെ കാണുന്നത് ഞാൻ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ഐ ക്ലെയിം എന്ന് പറഞ്ഞിട്ട് കമൻറ്റ്സിൽ കമൻറ്റ് ചെയ്യുക, ഈ റീഡിങ്ങിനെ ക്ലെയിം ചെയ്യുക. ആൻഡ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ മെസ്സേജ് ചെയ്യുക. എല്ലാം ഡീറ്റെയിൽസ് ഇമെയിൽ, വെബ്സൈറ്റ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ഔട്ട് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.